മഴത്തോരു മുൻപേ എന്ന പരമ്പര ഓരോ ദിവസം പിന്നിടും തോറും പ്രേക്ഷക ഹൃദയങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുകയാണ്. ഈ പരമ്പരയിൽ ഉടൻ കാണുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതിനു മുൻപായി ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർപ്പിക്കുന്നു. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത് എന്നുകൂടി ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. എപ്പിസോഡിലേക്ക് പോവുകയാണ്. കുളത്തുപുഴയിലെ വലിയ ബംഗ്ലാവിനെ ലക്ഷ്യമാക്കി അതിൻ്റെ ഇരുമ്പ് ഗേറ്റ് കടന്നൊരു ബെൻസ് കാർ കോൺക്രീറ്റ് റോഡിലൂടെ വേഗം കുറച്ച് നീങ്ങുകയാണ്. ഉദ്യാനത്തെ ചുറ്റിയുള്ള പാതയിലൂടെ അത് ബംഗ്ലാവിൻ്റെ മുറ്റത്തെത്തി. പെട്ടെന്ന് തന്നെ ഡ്രൈവർ കാറിൽ നിന്നും ഇറങ്ങി വണ്ടിയുടെ പിൻവാതിൽ തുറന്നു പിടിച്ചു. സ്റ്റാൻലി ജോസഫിന്റെ അപ്പൻ ഔദക്കുട്ടിച്ചായൻ ആ വണ്ടിക്കുള്ളിൽ നിന്നും സാവധാനം പുറത്തേക്കിറങ്ങി. ഔദക്കുട്ടിച്ചായന്റെ മുഖം കണ്ടപ്പോഴേക്കും നായ്ക്കൂടുകളിൽ കിടന്നുകൊണ്ട് കുരച്ചു ബഹളം വെച്ച നായ്ക്കളെല്ലാം പെട്ടെന്ന് ശാന്തരായി. ഔദക്കുട്ടിച്ചായൻ നോക്കുമ്പോൾ സ്റ്റാൻലി രണ്ട് ഭീമൻ നായ്ക്കളോടൊപ്പം സിറ്റൗട്ടിലേക്ക് കടന്നു വരികയാണ്. വാക്കിംഗ് സ്റ്റിക്ക് ഊന്നി കയറി ചെന്ന ഔദക്കുട്ടിച്ചായൻ പെട്ടെന്ന് ഷോക്ക് അടിച്ചതുപോലെ നിന്നു. അപ്പോൾ സ്റ്റാൻലി, പേടിക്കണ്ട അപ്പച്ച, എല്ലാവരും പരിചയക്കാരാണ്. ഇത് പറഞ്ഞിട്ട് സ്റ്റാൻലി നായ്ക്കളെ ഒന്ന് നോക്കി. അല്ല, പുതിയ ആൾക്കാരാരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ടൊരു സംശയത്തിൽ നിന്നുപോയതാ. പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്, പെരക്കകത്താരുമില്ല, എല്ലാവരും കൂട്ടിലാണ്. സ്റ്റാൻലി ഔദക്കുട്ടിച്ചായനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഒരു കസേരയിലിരുത്തി. അപ്പച്ചൻ വരുന്ന വഴിക്ക് അഞ്ചലിൽ കയറിയോ വീട്ടില്? ഇല്ല, നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് എങ്ങും തങ്ങാതെ വേഗത്തിൽ ഇങ്ങോട്ട് വിട്ടിങ്ങി പോരുമായിരുന്നു. അപ്പച്ചൻ എന്താണ് കുടിക്കാൻ വേണ്ടത്? ബ്രാൻഡി, വിസ്കി, വോഡ്ക, റമ്മ് ഏതാണ്? ബ്രാൻഡി ആയിക്കോട്ടെ. സ്റ്റാൻലി ഗ്ലാസുകളും മദ്യക്കുപ്പികളും തണുപ്പിച്ച സോഡയും വെള്ളവും എടുത്തുകൊണ്ട് ടീപ്പോയി മേൽ വെച്ചു. ശകലം മതി കേട്ടോ, പഴയ പോലൊന്നും താങ്ങാനുള്ള ശേഷി ഇപ്പം എനിക്കില്ല. സോഡ ഒഴിക്കണ്ട, വെള്ളം മാത്രം മതി. അപ്പച്ചൻ്റെ നിർദ്ദേശങ്ങളെല്ലാം കേട്ട ശേഷം സ്റ്റാൻലി അതെല്ലാം വേണ്ട വിധത്തിൽ പകർന്ന് ഔദക്കുട്ടിച്ചായൻ്റെ കയ്യിലേക്ക് കൊടുത്തു. നിറഞ്ഞൊരു ഗ്ലാസ് സ്റ്റാൻലിയുടെ കയ്യിലും ഇരുന്നു. ആ ഗ്ലാസ്സിലേക്കും തുടർന്ന് സ്റ്റാൻലിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അപ്പൻ ചോദിക്കുകയാണ്, അല്ല, നീ ഏത് സമയത്തും ഈ കുടി തന്നെയാണോ? അതിനൊരു കുറവും ഇല്ലയോ? അങ്ങനെ എല്ലാ സമയത്തും ഒന്നും ഇല്ല അപ്പച്ച. അത് ശരി, ഉറങ്ങുമ്പോൾ കുടിക്കത്തില്ലായിരിക്കും ഇല്ലയോടാ? അത് കേട്ടുകൊണ്ട് സ്റ്റാൻലി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പച്ച, ഞാൻ ഇന്ന് തീരെ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ, അപ്പച്ചനോട് സംസാരിക്കാനുള്ളത് കൊണ്ടാ. എന്നാ പറ, നീ എന്തിനാ അത്യാവശ്യമായിട്ട് കാർ അയച്ചിട്ട് എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? നിന്റെ മുൻപിൽ വന്നിരുന്ന് ഈ തിരുമോന്ത കണ്ടുകൊണ്ട് സംസാരിക്കത്തക്കവണ്ണം എന്ത് കാര്യമായിപ്പോ ഉണ്ടായത്? എനിക്കറിയാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കുക. അപ്പച്ചൻ തൊണ്ടയൊന്ന് നനച്ചാട്ടെ, ഞാൻ പറയാം. അത് കേട്ടുകൊണ്ട് ഔദക്കുട്ടിച്ചായൻ ഒറ്റ വലിക്ക് ആ ഗ്ലാസ് കാലിയാക്കിയിട്ട് ടീപ്പോയി മേൽ വെച്ചു. അപ്പോൾ സ്റ്റാൻലി, അപ്പച്ച, എനിക്ക് പറയാനുള്ളത് കുറച്ച് പഴയ കാര്യങ്ങളെക്കുറിച്ചാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ചു വെക്കാതെ മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാ അപ്പച്ചനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. അല്ലെങ്കിൽ അപ്പച്ചനെ ഈ വയസ്സുകാലത്ത് ഇങ്ങോട്ട് വരുത്തി ബുദ്ധിമുട്ടിക്കാതെ ഞാൻ അങ്ങോട്ടങ്ങ് വന്നേനെ. അത് കേട്ടുകൊണ്ട് ഔദക്കുട്ടി മകനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറയുകയാണ്, നീ ചോദിക്കേ. അത് പിന്നെ അപ്പച്ച, 23 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ആ വൈജയന്തി എന്ന പെണ്ണുമായി സ്നേഹത്തിലായിരുന്ന വിവരം നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും അറിയാലോ. കുറെ നാൾ അവൾ എന്നോട് കൂടി ആഗ്രയിലെ ഒരു വാടക വീട്ടിൽ താമസിച്ചിരുന്നു. ഞങ്ങൾ തമ്മിൽ പിരിയുമ്പോൾ അവൾ പൂർണ്ണ ഗർഭിണിയുമായിരുന്നു. ഇതെല്ലാം നിനക്കും എനിക്കും പണ്ടേ അറിയാവുന്ന കാര്യമല്ലേ? ഇത് പറയാൻ വേണ്ടിയാണോ നീ എന്നെ വിളിച്ചത്? കള്ളു കുടിച്ച് ബോധം പോയപ്പോൾ പഴയ ഓർമ്മകളൊക്കെ തികട്ടി വന്നതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ കൂടുതൽ നീ ഇങ്ങോട്ട് പറയണ്ട, ഞാൻ ബാക്കി അങ്ങ് പൂരിപ്പിച്ചേക്കാം. നമുക്ക് പറ്റിയതല്ലായിരുന്നു ആ ബന്ധം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നിന്നെ എതിർത്തു വന്ന് വൈജയന്തിയുമായിട്ടുള്ള കല്യാണം നടത്തി തരാൻ പറ്റില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. അതിനിടയ്ക്ക് നീ അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായി. പിന്നീട് ആശുപത്രിയിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയതിനു ശേഷം സുഖമായി നീ അവളെ അന്വേഷിച്ചു ചെന്നപ്പോഴേക്കും അവൾ വേറെ കല്യാണം കഴിച്ചു, അവളുടെ വഴിക്ക് പോയി. ഇത്രയല്ലേ ഉള്ളൂ സംഭവം? അതിനപ്പുറത്ത് വല്ലതും ഉണ്ടോ? ഉണ്ടപ്പച്ച. അതിനിടയ്ക്ക് ഞാൻ അറിയാത്ത ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതായത്, ഞാൻ ഹോസ്പിറ്റലിൽ കോമയിൽ കിടക്കുമ്പോൾ നിങ്ങളും വൈജയന്തിയുടെ വീട്ടുകാരും കൂടി ഒത്തുചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി. ഞാൻ വേറൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് വൈജയന്തിയെ ധരിപ്പിച്ചിട്ട് എൻ്റെ കല്യാണക്കുറി വ്യാജമായി അടുപ്പിച്ച് അവളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു. ശരിയല്ലേ? അത് കേട്ടിട്ട് ഔദക്കുട്ടിച്ചായൻ ഒന്ന് ചുണ്ടുകൂട്ടി ചിരിച്ചു. എന്നിട്ട് പറയുകയാണ്, അതൊക്കെ നിന്റെയും ആ പെണ്ണിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയായിരുന്നടാ. 10-24 കൊല്ലം മുമ്പ് നടന്നതിൻ്റെയൊക്കെ കണക്കെടുത്തിട്ട് നിനക്കിപ്പോൾ എന്നാ ചെയ്യാനാ? ഒന്നും ചെയ്യാൻ വേണ്ടിയല്ല പച്ച. അന്ന് ചില സംഗതികളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അതിൻ്റെ നിജസ്ഥിതി ഒന്നറിയണം. വൈജയന്തി അന്ന് നെയ്യാറ്റിൻകരയിലുള്ള ഒരാശുപത്രിയിൽ വെച്ച് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു കാണും. ഗർഭിണിയല്ലായിരുന്നോ? അപ്പോൾ പ്രസവിക്കാതിരിക്കില്ലല്ലോ. പക്ഷേ ചാവളയായിരുന്നെന്നാണ് ഞാൻ കേട്ടത്. കേട്ടതല്ല, അപ്പച്ചനെ കേൾപ്പിച്ചതാണ് എന്ന് പറ. അവൾ പ്രസവിച്ചത് ജീവനുള്ളൊരു കുഞ്ഞിനെയായിരുന്നു. നിങ്ങൾ രണ്ടു വീട്ടുകാരും കൂടി അവതരിപ്പിച്ച നാടകത്തിൽ അന്ന് ആ കുഞ്ഞിന് വേഷമൊന്നുമില്ലായിരുന്നുവെങ്കിലും ഇപ്പോൾ പഴയ നടീനടന്മാരെ തേടി അവൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി ഏതു വേഷം കൊടുക്കണം എന്ന് നമ്മൾ അങ്ങ് തീരുമാനിച്ചാൽ മാത്രം മതി. ഔദക്കുട്ടിച്ചായൻ്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. കണ്ണുകൾ ചെറുതായി. നോട്ടം സ്റ്റാൻലിയുടെ മുഖത്തേക്ക് തുറച്ചു. അപ്പച്ചന് വിശ്വാസം വരുന്നില്ല അല്ലേ?
ജീവനോടെ ഉണ്ട് അവള്. അവൾ എൻ്റെ മകളാണെന്നറിയാവുന്നവരുമുണ്ട്. അന്ന് ഏത് ഓർഫനേജിലേക്കാണ് അവളെ ദാനം ചെയ്തതെന്ന് വല്ലതും അപ്പച്ചൻ ഓർമ്മയുണ്ടോ? സ്റ്റാൻലിയുടെ ആ വാക്കുകൾ കേട്ട് അക്ഷരാർത്ഥത്തിൽ ഔതക്കുട്ടി പതറിപ്പോയിരുന്നു. അയാൾ ഗ്ലാസ് മുൻപോട്ട് നീക്കി വെച്ചിട്ട് പറയുകയാണ്, ഒരെണ്ണം കൂടി ഒഴിക്കിലാലിച്ച. ഒഴിക്കുക അപ്പച്ച. ആദ്യം ഞാൻ ഈ ചോദിച്ചതിന് മറുപടി പറ. ഏത് ഓർഫനേജിലേക്കാണ് അവളെ കൊടുത്തത്? എടാ, നമ്മളല്ല കൊടുത്തത്, അവളുടെ ആൾക്കാരാണ്, ആ പെണ്ണിന്റെ. ആയിക്കോട്ടെ, അതെവിടെയായിരുന്നുവെന്ന് അപ്പച്ചൻ അറിയത്തില്ലേ? അതിപ്പോ ഇത്രയും വർഷം കഴിഞ്ഞ സംഭവമല്ലേടാ. കഴക്കൂട്ടത്തോ മറ്റോ ഏതോ ഒരു അനാഥശാലയിലാണെന്നറിയാമായിരുന്നു. സ്നേഹം നിഖേതനം എന്നാണോ? ആയിരിക്കും, ഞാൻ ഓർക്കുന്നില്ല. ശരി, ഞാൻ എന്തു ചെയ്യണം? നാടകം റീവൈൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അന്നത്തെ നടീനടന്മാരൊക്കെ ഇന്ന് പല തട്ടകങ്ങളിലാണ്. കൂട്ടിയോജിപ്പിക്കാൻ പറ്റില്ല. ഇത്രയുമൊക്കെ ചെയ്ത അപ്പച്ചൻ ഒരു തീരുമാനം കൂടി പറഞ്ഞാൽ ഉപകാരമായിരുന്നു. സ്റ്റാൻലി ഇത് പറഞ്ഞുകൊണ്ട് ഔതക്കുട്ടിയുടെ ഗ്ലാസ്സിലേക്ക് വീണ്ടും മദ്യം പകർന്നു കൊടുത്തു. പക്ഷെ ഔതക്കുട്ടി അത് കണ്ടില്ല. അയാൾ അനങ്ങാപ്പാറ പോലിരിക്കുന്നത് കണ്ടുകൊണ്ട് സ്റ്റാൻലിക്ക് സംശയമായി. അപ്പച്ചൻ ഇനിയും വിഷയം വിട്ടുകളഞ്ഞോ അതോ മദ്യം തലയ്ക്ക് പിടിച്ചോ? വീണ്ടും സ്റ്റാൻലി ചോദിക്കുകയാണ്. അപ്പച്ചൻ്റെ മറുപടിക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നത്. അത് കേട്ടുകൊണ്ട് ഔതക്കുട്ടി ഒന്ന് ഞെട്ടി ഉണർന്നു. എന്നിട്ട് പറയുകയാ, അല്ലടാ, ഞാൻ ആലോചിക്കുമായിരുന്നു. പണ്ടാണെങ്കിൽ വെട്ടൊന്നും മുറി രണ്ട് എന്നുള്ളതായിരുന്നു എൻ്റെ തീരുമാനം. ഇപ്പൊ കാലം മാറിയില്ലേ, എന്തെല്ലാം നോക്കണം. അല്ലപ്പച്ച, കുറെ നേരം ഇങ്ങനെ മെനക്കെട്ടിരുന്ന് ആലോചിച്ചാൽ അപ്പച്ചൻ ഉത്തരം കിട്ടുമോ? എടാ ലാലിച്ച, നീ ഈ പറഞ്ഞതൊക്കെ സത്യമാണോടാ? അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. അല്ല, ഞാൻ തമാശ പറയാൻ വേണ്ടിയാണോ അപ്പച്ചനെ കാർ അയച്ച് അവിടുന്ന് ഇവിടെ വരെ വരുത്തിയത്? ശരി. ഇപ്പൊ എവിടെയുണ്ടടാ ആ കുട്ടി? അവള് ഒരു വീട്ടിൽ വേലക്കാരിയായിട്ട് നിൽക്കുകയാണ്. ഏതു വീട്ടില്? അതൊക്കെ ഞാൻ പിന്നീട് പറയാം. അവൾ നിന്റെ മകളാണെന്ന് ആർക്കെങ്കിലും അറിയാവോടാ? ആ വീട്ടിലെ കുടുംബനാഥൻ അറിയാം. അയാൾ എങ്ങനെ അറിഞ്ഞു? അത് മറ്റൊരു കഥയാ. അയാൾക്ക് കഴക്കൂട്ടത്തെ അനാഥാലയം നടത്തിയിരുന്ന ബ്രിജിത്താമ്മ എന്നൊരു സ്ത്രീയെ പരിചയമുണ്ടായിരുന്നു. അതുമാത്രം തൽക്കാലം അപ്പച്ചൻ അറിഞ്ഞാൽ മതി. അത്രയും കേട്ടപ്പോഴേക്കും ഓർമ്മയിൽ നിന്നെന്ന വണ്ണം ഔതക്കുട്ടിച്ചായൻ ആ പേര് വീണ്ടും ഒന്ന് ഉച്ചരിച്ചു. ബ്രിജിത്താമ്മ. എന്തേ, അപ്പച്ചന് ബ്രിജിത്താമ്മയെ പരിചയമുണ്ടോ? അയാൾ പെട്ടെന്ന് തല വെട്ടിച്ചുകൊണ്ട് പറയുക, ഇല്ലില്ല, ഞാനെങ്ങനെ പരിചയപ്പെടാനാ? ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ആ പറഞ്ഞത് കള്ളമാണെന്ന് സ്റ്റാൻലിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് അയാൾ പറയുകയാണ്, ബ്രിജിത്താമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അത് കൊള്ളാം, നന്നായി. മറ്റെന്തോ ചിന്തിച്ചുകൊണ്ട് യാന്ത്രികമായി പറഞ്ഞതാണെങ്കിലും സ്റ്റാൻലി ആ വാക്കുകളും നോട്ട് ചെയ്തു. അതെന്താ അപ്പച്ച അങ്ങനെ പറഞ്ഞത്? ബ്രിജിത്താമ്മ മരിച്ചതാണോ നന്നായത്? അവർക്ക് വൃക്കരോഗമായിരുന്നു. നീ അത് വിട്, ഞാൻ അതൊന്നും അല്ലടാ ഉദ്ദേശിച്ചത്. അല്ല, ആ കുട്ടിക്കറിയാമോ നീയാണ് അവളുടെ അപ്പനെന്ന്? ഇല്ല. മറ്റാർക്കൊക്കെ അറിയാം? ഞാൻ ആദ്യം പറഞ്ഞ കുടുംബനാഥന് മാത്രമേ അറിയൂ. എടാ, അയാൾ എവിടുത്തുകാരനാണ്? പാലായോ? പാലായെന്നൊരാൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് കാറിൽ പുനലൂര് എൻ്റെ അടുത്ത് വന്നു. നിന്റെ അഡ്രസ്സും ഫോൺ നമ്പരും ചോദിച്ചു. ബിസിനസ്സുകാരനാണെന്നാണ് പറഞ്ഞത്. അയാളുടെ പേര് ഞാനങ്ങ് മറന്നു. ബാലചന്ദ്രമേനോൻ എന്നാണോ? അങ്ങനെ എന്തോ പേരായിരുന്നു. നിന്റെ പഴയ കൂട്ടുകാരനാണെന്നും ആഗ്രയിൽ വെച്ചുള്ള പരിചയമാണെന്നും പറഞ്ഞു. നീയും ആ പാലാക്കാരി പെണ്ണുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തിന്റെ കാര്യവും എടുത്തു പറഞ്ഞു. അത് ശരി. എന്താണ് സംഭവം? അയാൾ എന്നോട് ചോദിച്ചു വന്നപ്പോൾ തന്നെ, നീ ആ പാലാക്കാരി പെണ്ണിനെ അല്ലേ കല്യാണം കഴിച്ചതെന്ന്. ഞാൻ പറഞ്ഞു അല്ലെന്ന്. ആ പെണ്ണ് ഗർഭിണിയായിരുന്നല്ലോ, അവൾ പ്രസവിച്ചെങ്കിൽ ഇപ്പോ 14 വയസ്സുള്ളൊരു കുട്ടി കാണുമല്ലോ എന്നെല്ലാം അയാൾ സൂചിപ്പിച്ചു. അത് ശരി. അപ്പച്ചൻ്റെ അടുത്തുനിന്ന് അഡ്രസ്സും വാങ്ങി അയാൾ നേരെ വന്നത് ഇങ്ങോട്ടാ. എന്താടാ അയാളുടെ ഉദ്ദേശം? ആ പെങ്കൊച്ചിനെ വെച്ചോണ്ട് വിലപേശാൻ വല്ലോ ആണോ? വിലപേശലൊന്നുമല്ല. ഒന്നുകിൽ ഞാൻ അവളെ മകളായി അംഗീകരിച്ച് സ്വീകരിക്കണം. ഇല്ലെങ്കിലെന്താ? ഒരു ഉപദ്രവത്തിനും വരില്ല. ഒരു മകൾ എനിക്കുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുക. സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഏൽപ്പിച്ചു തരിക. അത്ര മാത്രമേ അയാൾ പറഞ്ഞുള്ളൂ. അതിലെന്തോ ഒരു ഒളിച്ചുകളി ഉണ്ടല്ലോടാ. മകളാണെന്ന് അംഗീകരിപ്പിച്ചിട്ട് ഓഹരി ചോദിക്കാനാണോ? അതിന് എൻ്റെ അംഗീകാരം വേണ്ടല്ലോ അപ്പച്ച. പിതൃത്വം തെളിയിക്കാനുള്ള മാർഗങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ടല്ലോ. അതും ശരിയാ. അല്ല, നീ പിന്നെ അയാളെ എന്തു പറഞ്ഞു ഇവിടുന്ന് തിരിച്ചയച്ചു? എനിക്കൊന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞു. എടാ ലാലിച്ച, ശല്യത്തിനൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുന്നതല്ലേ നല്ലത്. നിനക്കങ്ങനെ ഒരു മകൾ ഇല്ലായിരുന്നു. ഇത്രയും കാലം അറിഞ്ഞിട്ടില്ല, ഇനി അറിയുകയും വേണ്ട. അതെ, അത് അപ്പച്ചൻ്റെ ന്യായം. അപ്പനും അമ്മയും ആരെന്നറിയാതെ അനാഥാലയത്തിൽ വളർന്ന് പ്രായമായ മകളുണ്ട് എന്നുള്ള ഓർമ്മ എനിക്ക് എല്ലാ കാലവും ഇനി ഒരു മനസാക്ഷിക്കുത്തുണ്ടാക്കും. എടാ, നിന്റെ അടുത്ത് വന്നു പറഞ്ഞവൻ സത്യമാണ് പറഞ്ഞതെന്ന് നമുക്ക് തീർച്ചയില്ലല്ലോ. അപ്പച്ച, അയാൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഔതക്കുട്ടി അത് കേട്ട് അല്പനേരം ചിന്താധീനനായിരുന്നു. എന്നിട്ട് പറയുകയാണ്, ലാലിച്ച, നിന്റെ ഈ പ്രായത്തിൽ ഒരിക്കലും തീരാത്തൊരു മനസ്സമാധാനക്കേട് ഇനി ഉണ്ടാക്കി വെക്കണോ? നിനക്ക് കല്യാണത്തിന് മുമ്പേ ഒരു മകളുണ്ട് എന്ന് സ്ഥാപിച്ചത് കൊണ്ട് ആർക്കാ ലാഭം? നിനക്കെന്തെങ്കിലും നേട്ടമുണ്ടോ? മനുഷ്യരുടെ മുമ്പിൽ നിന്റെ വിലയിടിയും. നിന്റെ മക്കളുടെ മുൻപിൽ നീ തരം താണു പോകും. ശരിയാ അപ്പച്ച, അപ്പച്ചൻ പറയുന്നതെല്ലാം ശരിയാണ്. പക്ഷേ
എന്തു പക്ഷേ ഇപ്പൊ തന്നെ നിനക്ക് ആവശ്യത്തിന് മിച്ചം പ്രശ്നങ്ങളുണ്ട്. സ്വൈരം കിട്ടാൻ വേണ്ടിയാ നീ ഈ തോട്ടത്തിൽ വന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അതിന്റെ അപ്പുറത്തെ സ്വൈരക്കേടും കൂടി വലിച്ചു വെക്കണോ? അതൊക്കെ ശരിയാ അപ്പച്ചാ. പക്ഷേ എന്റെയും വൈജയന്തിയുടെയും ചോരയിൽ ജനിച്ചൊരു കുട്ടി അനാഥാലയത്തിൽ 23 വർഷം, അതും ഒരു പെൺകുഞ്ഞ്. 2-3 ദിവസമായി ഞാൻ അത് തന്നെ ആലോചിക്കുകയാണ്. നമുക്കൊരു സമാധാനം കിട്ടണ്ടേ? എടാ, നിനക്ക് മക്കളില്ലായിരുന്നെങ്കിൽ പോട്ടെന്ന് വെക്കായിരുന്നു. ഇതിപ്പോ ആവശ്യത്തിന് മിച്ചം ഉണ്ടല്ലോ. പെണ്ണിന് പെണ്ണ്, ആണിന് ആണ്. എന്തിന്റെ കുറവാ നിനക്ക്? ഇനിയിപ്പോ കല്യാണത്തിന് മുമ്പത്തെ ബന്ധത്തിൽ പിഴച്ചുണ്ടായ ഒരെണ്ണത്തിനെ കൂടെ കൊണ്ടുവന്നിട്ട് എന്തോ ചെയ്യാനാടാ നിനക്ക്? അപ്പച്ചാ, പിഴച്ചുണ്ടായത് നിങ്ങളുടെ കണ്ണിൽ കൂടി നോക്കുമ്പോഴാണ്. എനിക്ക് ഏത് സ്ത്രീയിൽ ജനിച്ചാലും എൻ്റെ മറ്റു മക്കളെ പോലെ തന്നെയല്ലേ? അതിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന് താമസിപ്പിക്കാനുള്ള പ്ലാൻ ഉണ്ടോ നിനക്ക്? ഔതക്കുട്ടിയുടെ ആ ചോദ്യത്തിന് സ്റ്റാൻലി മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ വീണ്ടും ഔതക്കുട്ടി ചായൻ പറയുകയാണ്, എടാ ലാലിച്ച, നിന്റെ പിള്ളേർക്ക് ഇപ്പൊ നിന്നോടുള്ള സ്നേഹം പോലും ഇല്ലാതെയാവും. നീ ഓർത്തോണോ അത്? അല്ലെങ്കിൽ തന്നെ 4 ആള് കേട്ടാൽ അവർക്ക് നാണക്കേടല്ലേടാ. വിട്ടുകള നീ ഇത്. അതല്ലെങ്കിൽ കുറച്ച് രൂപ കൊടുത്തേക്ക്, അങ്ങനെ അങ്ങ് ഒതുക്ക്. അതെങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചോളും. ഏതായാലും തള്ളേം തന്തയൊന്നും ഇല്ലാതെ ഇത്രയും നാൾ ജീവിച്ചില്ലേ? അതുമാത്രവുമല്ല, റീത്ത ഇതറിഞ്ഞാൽ ഭൂകമ്പം ഉണ്ടാക്കും. അല്ലെങ്കിൽ തന്നെ അവളുടെ വീട്ടുകാർക്ക് നിന്നെ തീരെ പിടുത്തമല്ല. ഉള്ള കാര്യം പറയാലോ ലാലിച്ച, എനിക്കിഷ്ടമല്ല. ഇത്രയും നാളും ഇല്ലാത്തൊരു ബന്ധം നീ ഇപ്പൊ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് നിന്റെ അനിയന്മാർക്കും പെങ്ങന്മാർക്കും ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. സ്റ്റാൻലി ഔതക്കുട്ടിയുടെ ഗ്ലാസ്സിലേക്ക് വീണ്ടും മദ്യം പകർന്നു. എന്നിട്ട് പറയുകയാണ്, എനിക്ക് ഉടനെ ഒരു മറുപടി കൊടുത്തേ പറ്റൂ. നമുക്കിത് ഏറ്റെടുക്കാൻ പറ്റത്തില്ലെന്ന് നീ മുഖത്ത് നോക്കി അങ്ങ് പറയണം. ഔതക്കുട്ടി ഈ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാക്കിയ മട്ടിൽ പറഞ്ഞിട്ട് തന്റെ ഗ്ലാസ് കയ്യിലെടുത്തു. അപ്പോൾ സ്റ്റാൻലി വീണ്ടും പറയുകയാണ്, അപ്പച്ചാ, തൽക്കാലം ഈ വിവരങ്ങളൊന്നും ആരോടും പറയരുത്. പ്രത്യേകിച്ച് ആൽബിയോടും റോബിയോടും പറയരുത്. രണ്ടും കഴമ്പില്ലാത്തവരാണ്. തൽക്കാലം ഇതെല്ലാം അപ്പച്ചന്റെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി. കൊള്ളാം. ഇത് ഞാൻ നിന്നോട് അങ്ങോട്ട് പറയാൻ പോവുമായിരുന്നു. 10-24 കൊല്ലം എൻ്റെ മനസ്സിലിരുന്നില്ലേ? എന്നിട്ട് ആരെങ്കിലും അറിഞ്ഞോ? തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനും ഒക്കെ ഔതക്കുട്ടിക്ക് നന്നായിട്ട് അറിയാം. ഇത് പറഞ്ഞുകൊണ്ട് ഔതക്കുട്ടി ചായൻ ഗ്ലാസ്സിലുള്ളത് ബാക്കി കൂടി മോന്തി. തുടർന്ന് ഗ്ലാസ് കമഴ്ത്തി വെച്ചിട്ട് സ്റ്റാൻലിയോട് പറയുകയാണ്, എനിക്കിനി ഒഴിക്കണ്ട. സ്വന്തം ചോരയിൽ പിറന്ന തൻ്റെ മകളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ സ്റ്റാൻലി കുറേ നേരം പകച്ചിരുന്നു പോയി. ഇമാതിരി വികാരങ്ങളെയൊക്കെ പണ്ടേ ഞാൻ കൊന്നു കുഴിച്ചു മൂടിയതാണെന്നൊക്കെ ബാലചന്ദ്രമേനോന്റെ മുഖത്ത് നോക്കി അയാൾ വീമ്പ് പറഞ്ഞെങ്കിലും താനിപ്പോൾ വൈകാരിക സമ്മർദ്ദത്തിന് അടിപ്പെട്ടു പോകുന്നു എന്നുള്ളത് സ്റ്റാൻലി തിരിച്ചറിയുവാൻ തുടങ്ങി.